നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മീൻ പൊള്ളിക്കാൻ പോവാണ് കേട്ടോ. എളുപ്പത്തിൽ ടേസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ മീനാണ് നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യം ഇതിനെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് മസാല ഇട്ട് വറുത്തെടുക്കണം. മസാല അരയ്ക്കുമ്പോൾ പച്ചക്കുരുമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കണം. മുളക് പൊടിയുടെ അളവൊക്കെ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ ഉപ്പ്, ഈ മീനിലേക്ക് ആവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങാനീര് ഒഴിക്കാം. അത് നല്ല മണമാണ്. ഞാനിപ്പോൾ ഇവിടെ വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത്. ചേർത്ത് നന്നായി ഇളക്കി മീനിൽ ആ മസാല നന്നായി തേച്ച് ഒരു പാൻ വെച്ച് അതിൽ മീനിൻ്റെ 2 പുറവും 3/4 വേവ് വരെ വറുത്തെടുക്കണം. അതിനുശേഷം ഒരു പാൻ വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്നിവയിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചവാസന പോയ ശേഷം ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഈ സവോള നന്നായി വഴണ്ടി വരുമ്പോൾ ഒരു തക്കാളി ചേർക്കാം. തക്കാളി നല്ല വാടി കഴിയുമ്പോൾ ആദ്യം അരച്ച മസാലയിൽ നിന്ന് 1 സ്പൂൺ കൂടി ചേർക്കണം. നല്ല മണം വരുന്നുണ്ട്. ഇപ്പം മീൻ മസാല നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊടിയാനുള്ള ഇല ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം ഇല വെച്ച് അതിന് മുകളിൽ ആദ്യം കുറച്ച് മസാല നിരത്തി വയ്ക്കണം. അതിന് മുകളിൽ നമ്മളുടെ വറുത്ത് വെച്ച മീൻ വെച്ച് ബാക്കി മസാല അതിന് മുകളിലായിട്ട് വെക്കണം. അത് കഴിഞ്ഞ് ഇല നന്നായി മടക്കി ഒരു വാഴനാര് കൊണ്ട് തന്നെ ഒന്ന് ചുറ്റി കെട്ടണം. ഞാനിപ്പോൾ ഇവിടെ അലുമിനിയം ഫോയിലാണ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പാൻ വെച്ച് അതിലൽപ്പം എണ്ണ ഒഴിച്ച് ഈ പൊടി തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ 10 മിനിറ്റ് ഓരോ പുറം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മുടെ മീൻ പൊള്ളിച്ചത് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു. അടിപൊളി മണം വരുന്നത്. ആർക്കും ഏത് മീൻ വെച്ചിട്ട് ഉണ്ടാക്കി വെക്കാം. സംഭവം കിട്ടുകയാണ്.